കൂട്ടേട്ടാ ഒരു മധുരം കമ്മിച്ചായ. എനിക്കൊരു ഓപ്പൺ ചായ. ഞമ്മക്കൊരു സുലൈമാനി. പഞ്ചാര മാണ്ടേ വേണ്ട. നമുക്കൊരു വെള്ളച്ചായ മധുരം. കുട്ടേട്ടാ എനിക്ക് കടുപ്പത്തിലൊരു പൊടിച്ചായ, നോ ഷുഗർ. അതെ, ഇവിടെ ഇങ്ങളീ പറഞ്ഞ എല്ലാ ചായയും കിട്ടൂലട്ടാ. ഇവിടെ ആകെ ഒരൊറ്റ ചായ ഉള്ളൂ, കുട്ടേട്ടന്റെ ചായ. വേണമെങ്കിൽ കുടിച്ചിട്ട് സ്ഥലം വിട്ടോളി. അത് കുട്ടേട്ടാ, നമ്മുടെ കേരളത്തില് 20% ആളുകള് പ്രമേഹ രോഗികളാന്ന് കുട്ടേട്ടൻ അറിയോ? കുട്ടേട്ടന്റെ ചായ എത്ര മുന്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടേട്ടാ. 4 ആള് കടയിൽ വന്ന 4 ആൾക്കും വെവ്വേറെ ചായ എടുക്കേണ്ടി വരും. ഇങ്ങക്ക് എത്ര ഷുഗർ? 190. അപ്പം നിനക്കാ 210. കണ്ടോ കണ്ടോ, പ്രമേഹത്തിന് വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. ആർക്കും എപ്പോ വേണമെങ്കിലും വരാം. 30 കഴിഞ്ഞ പ്രത്യേകിച്ചും. അതായത് പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളൊക്കെ നിശബ്ദ കൊലയാളികളാണ്. നേരത്തെ കണ്ടെത്തി നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിലേ നമ്മള് പോലും അറിയാതെ തട്ടിപ്പോകും. അതെ, മധുരം കുറച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല കേട്ടാ. കാർബോഹൈഡ്രേറ്റും കൊഴുപ്പ് കുറഞ്ഞ ആഹാര രീതിയും നിത്യ വ്യായാമൊക്കെ നല്ലോണം ശീലിക്കണം. നിങ്ങളെല്ലാരും ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നില്ലേ? ഉണ്ട് കാളി. ഞാനിപ്പോ ടെസ്റ്റ് ചെയ്ത് വരുന്നതിനിടയിലാണ് ഇവിടെ കയറിയത്. നിങ്ങളാരെങ്കിലും ക്ഷയരോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതെന്തിനാ കാളി ഷുഗറിന് TB ടെസ്റ്റ് ചെയ്യുന്നേ? പ്രമേഹവും ക്ഷയവും അളിയനുമാ. പ്രമേഹ രോഗികളിൽ മറ്റു രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ശരീരത്തെ ക്ഷയരോഗാണുക്കൾ പെട്ടെന്ന് ആക്രമിച്ചു കീഴടക്കും. അത് മാത്രല്ല, പുകവലിക്കുന്നവരിലും ശ്വാസകോശ രോഗമുള്ളവരിലും TB വരാൻ വളരെ കൂടുതലാണ് സാധ്യത. അതുകൊണ്ട് ഇങ്ങക്ക് ഏതെങ്കിലും ജീവിതശൈലി രോഗം ഉണ്ടെങ്കിൽ, പുകവലി പോലുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ TB ഉണ്ടോ എന്ന് നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്യണം. അഥവാ ഉണ്ടെങ്കിൽ രണ്ടും ശരിയായി ചികിത്സിക്കണം. ജീവിതശൈലി രോഗങ്ങൾക്കും ക്ഷയരോഗത്തിനുള്ള ചികിത്സ നമ്മുടെ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായിട്ട് ലഭിക്കും. എന്നാലേ ഞാൻ ഇന്ന് തന്നെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോയി TB ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. എന്നാ പിന്നെ ഞാനും നമ്മളും പോവന്നെ. നമ്മളും ഉണ്ടേ. ദാ 5 പേർക്കും 5 തരത്തിലുള്ള ചായ. ഞാനും എൻ്റെ ശൈലി മാറ്റിയിട്ടുണ്ട് കേട്ടാ.